guys, welcome back to S4 series. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജൂവിനെയും അവളുടെ ഫ്രണ്ട്സിനെയും കാണിക്കുന്നു. അവൾ അവരോട് നമുക്ക് ഗോൾഫ് കളിച്ചാലോ എന്ന് ചോദിക്കുന്നു. അവരും അതിന് സമ്മതിക്കുന്നു. അവരെല്ലാവരും പതിവിൽ കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് കണ്ട് ജൂ അവരോട് ഇന്നെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ, എന്തെങ്കിലും സ്പെഷ്യലായി നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരിൽ ഒരാൾ ബ്രെഡ് സോങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഡബിളാക്കി തിരിച്ചു തന്നു, അയാൾ ഒരു ജീനിയസ് ആണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോ എല്ലാവരും ഗോൾഫ് കളിക്കുന്നു. ജൂ അവരോട് ബ്രെഡ് ഒരു സ്കാമർ അല്ലേ എന്ന് ചോദിക്കുന്നു. അയാൾ ഒരു സ്കാമർ ഒന്നുമല്ല, അയാൾ കാരണം ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ ബിസിനസ് ഒക്കെ ഇത്ര സ്മൂത്ത് ആയി പോകുന്നത് ബ്രെഡ് കാരണമാണ് എന്നൊക്കെ അവരും പറയുന്നു. ഇതൊക്കെ കേട്ട് ജൂ ഗോൾഫ് കളിക്കുമ്പോ ബോളാകട്ടെ ഒരുപാട് ദൂരത്തേക്കൊക്കെ പറന്നു പോകുന്നു. ബോൾ പറന്നു പോയത് കണ്ട് ബാക്കിയുള്ളവർ ഷോക്കായി നിൽക്കുമ്പോൾ ജൂ ഒന്ന് ചിരിച്ചിട്ട് ഇതൊരു മാജിക് സ്റ്റിക്കാണ് എന്ന് പറയുന്നു. അവരും അവളുടെ കയ്യിൽ നിന്ന് ആ സ്റ്റിക്ക് വാങ്ങി അതൊക്കെ നോക്കുന്നു. ഇപ്പൊ ജൂവിന് ഓപ്ലൻഡിയയുടെ ഒരു മെസ്സേജ് വരുന്നു. ബ്രെഡ് സോങ് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് അയാളുടെ ഒരു ഫോട്ടോ അയക്കാനൊക്കെ പറയുന്നു. ജൂ വേഗം ബ്രെഡിന്റെ സ്റ്റാഫിന് മെസ്സേജ് അയച്ച് ബ്രെഡിന്റെ ഒരു ഫോട്ടോ അയക്കാൻ പറയുന്നു. സ്റ്റാഫ് ആകട്ടെ കഴിക്കുന്ന ബ്രെഡിന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇത് കണ്ട അവനോട് അവന്റെ ബോസായ ബ്രെഡിന്റെ ഫോട്ടോ അയക്കാൻ പറയുന്നു. അവനും ബ്രെഡിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇപ്പൊ സ്റ്റാഫ് ബ്രെഡിനോട് ജൂ ഫോട്ടോ ചോദിച്ചതൊക്കെ പറയുന്നു. ഇത് കേട്ട് ബ്രെഡ് ഷടാ, എന്നാൽ ഇവളെന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ട് സ്റ്റാഫ് ജൂവിന് നിങ്ങളുടെ മേൽ താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്തത്ര പൈസ അവളുടെ കയ്യിലുണ്ട്. കൂടാതെ അവൾ സിംഗിളുമാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ബ്രെഡിനും അവളോട് താല്പര്യം തോന്നുന്നു. ഇവിടെ നാം ഓഫീസിലേക്ക് പോവാനായി തയ്യാറാകുന്നു. ശേഷം അവൾ അവളുടെ വാച്ച് നോക്കുന്നു. അതവൾക്ക് ഹേസിക്ക് കൊടുത്തതായിരിക്കും. അതിൽ GPS-ഉം ഒരു ഹിഡൻ ക്യാമറയും ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അവൻ അവളോട് കൈ ഇങ്ങനെ പിടിച്ച് അവിടെ കാണുന്നതൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറയുന്നു. ഇപ്പൊ നാമും അതൊക്കെ ആലോചിച്ചിട്ട് ആ വാച്ചിലൊന്ന് കിസ് ചെയ്യുന്നു. അവൾ ഇങ്ങനെ കിസ് ചെയ്യുന്നതൊക്കെ ഹേസിക്കും കാണുന്നു. ശേഷം നാം ഓഫീസിലേക്ക് വരുന്നു. അവൾ വന്ന പാടെ അവരോടൊക്കെ ഹായ് പറയുന്നു. എന്നാൽ അവരതൊന്നും മൈൻഡാക്കാതെ അവരവരുടെ ജോലിയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ഷിയോ നാമിനെ വിളിച്ച് അവന്റെ അടുത്തേക്ക് വരാൻ പറയുന്നു. അവളും അങ്ങോട്ടേക്ക് പോകുന്നു. അവൾ ഹേസിക്ക് പറഞ്ഞതുപോലെ വാച്ച് കാണുന്ന രീതിയിൽ കൈവച്ചിരിക്കുന്നു. ഷിയോ കുറച്ച് ഫോട്ടോസ് ഒക്കെ അവളെ കാണിച്ചിട്ട് ഇവരൊക്കെ നീ പരിചയപ്പെടണം എന്ന് പറയുന്നു. അവൾ തന്റെ വാച്ച് ഷിയോയുടെ കമ്പ്യൂട്ടറിന് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് ഇതൊക്കെ ആരാണ് എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ എന്റെ പാർട്ട്നേഴ്സ് ആണ് എന്ന് അവനും പറയുന്നു. അവളാണെങ്കിൽ ഇങ്ങനത്തെ ജോലി ചെയ്യാനാണോ എന്റെ ശക്തിയൊക്കെ പരീക്ഷിച്ചത് എന്ന് ചോദിക്കുന്നു. എനിക്ക് പേടിയില്ലാത്ത ഒരാൾ ആവശ്യമായിരുന്നു. സ്ട്രോങ് ആയ ആളുകൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സെലക്ട് ചെയ്തത്. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ എന്നൊക്കെ അവനും പറയുന്നു. അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഷിയോ നീ എന്തിനാ ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവൾ എങ്കിൽ ഞാൻ കരയാം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഇതൊക്കെ കണ്ട് ഷിയോ ചിരിച്ചിട്ട് ഇനി മുതൽ നീ എന്നെ ഷിയോ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അവളും അതിന് സമ്മതിക്കുന്നു. അവൾ തന്റെ വാച്ച് വീണ്ടും കമ്പ്യൂട്ടറിന് നേരെ നീട്ടിയിട്ട് ഇതിന്റെ ഒരു പ്രിന്റ് തരികയാണെങ്കിൽ എനിക്ക് അവരുടെ ഫേസും പേരും ഒക്കെ ഓർത്തു വെക്കായിരുന്നു എന്ന് പറയുന്നു. അവനും അതിന് സമ്മതിക്കുന്നു. എന്നിട്ട് അവളോട് നിനക്ക് നല്ലൊരു ഇംഗ്ലീഷ് പേര് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. എങ്കിൽ എന്റെ പേര് ഹില്ലറി എന്നാക്കാം എന്ന് അവൾ പറയുന്നു. അവനും ആ പേര് ഇഷ്ടമാവുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഹേസിക്കും തന്റെ കമ്പ്യൂട്ടറിൽ കാണുന്നു. ഷിയോ അവളെ നോക്കുന്നത് കണ്ട് ഹേസിക്ക് അവൻ എന്തിനാ നാമിനെ അങ്ങനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലസാവുന്നു. ഇപ്പൊ നാമും ഷിയോയും കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പുറത്ത് പോലീസുകാരൻ ഹെറിറ്റേജ് ക്ലബിന്റെ മാഡം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോവണം എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഹേസിക്കും അവന്റെ കൂടെ പോകുന്നു. അങ്ങനെ അവർ ഹെറിറ്റേജ് ക്ലബിന് മുന്നിലെത്തുന്നു. ഇവിടെ നാം ആ പാർട്ട്നേഴ്സിന്റെ പേരൊക്കെ ഉറക്കെ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്കിങ്ങനെ ഉറക്കെ വായിച്ചാലേ പേരൊക്കെ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ലിസ്റ്റിലെ 2 പേരെ കാണിച്ചിട്ട് ഇവർ 2 പേരെയും എനിക്ക് മാറിപ്പോവാണ് എന്നൊക്കെ പറയുന്നു. ഷിയോ നിനക്ക് പേരറിയില്ലെങ്കിൽ നീ അവരെ സാർ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പ്രായമായവരെയല്ലേ സാർ എന്ന് വിളിക്കാറ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പ്രായമായവരെ കുറിച്ചുള്ള ഒരു പാട്ടൊക്കെ അവൾ പാടുന്നു. എന്നിട്ട് ഷിയോയോട് അതിന്റെ ബാക്കി പാടാനൊക്കെ പറയുന്നു. അവൻ ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നെ അവനും കൂടെ പാടുന്നു. ഇതൊക്കെ കണ്ട് ഹേസിക്ക് ജലസാവുമ്പോൾ ഒപ്പമുള്ള പോലീസുകാരൻ ചിരിക്കുന്നു. അപ്പോഴാണ് അവർ ഹെറിറ്റേജ് ക്ലബിലെ മാഡം വരുന്നത് കണ്ടത്. മാഡത്തിന്റെ കൂടെയുള്ള ആ ലേഡിയെ ഹേസിക്ക് നാമിന്റെ വാച്ചിലൂടെ നേരത്തെ കണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലേഡി ഷിയോയുടെ പാർട്ട്നേഴ്സിൽ ഒരാളാണെന്ന് ഹേസിക്കിന് മനസ്സിലാവുന്നു. ഇപ്പുറത്ത് ഷിയോ നാമിനോട് നീ മംഗോളിയയിലായിരുന്നിട്ടും
എങ്ങനെയാ കൊറിയൻ സോങ്സ് ഒക്കെ പഠിച്ചത് എന്ന് ചോദിക്കുന്നു. മംഗോളിയയിലുള്ള ഒരു വയസ്സായ ലേഡിയാണ് എന്നെ കൊറിയ പഠിപ്പിച്ചത്. ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ലത് പാട്ട് കേൾക്കുന്നതാണ് എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കൊറിയൻ സോങ്സ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയത് എന്നൊക്കെ നാമും പറയുന്നു. ഇവിടെ മുത്തശ്ശിയും ബാരിസ്റ്റയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ മുത്തശ്ശിക്ക് ഡാൻസ് കളിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് അവർ കാറൊക്കെ സൈഡാക്കി അവിടെ ഡാൻസ് ചെയ്യുന്നു. ബാരിസ്റ്റ അവരോട് നമുക്ക് ഇനി മുതൽ ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് ചോദിക്കുന്നു. മുത്തശ്ശിയും അതിന് സമ്മതിക്കുന്നു. ഇപ്പൊ നാമും ഷിയോയും ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കണ്ട് അത് ഹെറിറ്റേജ് ക്ലബ് ആണെന്ന് ഹേസിക്കിന് മനസ്സിലാവുന്നു. നാമ് തന്റെ വാച്ച് ഉപയോഗിച്ച് അവിടെ മൊത്തം ഷൂട്ട് ചെയ്യുന്നു. നാമിന്റെ വാച്ചിലൂടെ ഹേസിക്ക് ആ മാസ്ക് കൊടുത്തവനെയൊക്കെ കാണുന്നു. ഇവിടെ ഷിയോ മാഡത്തിന്റെ അടുത്ത് ചെന്ന് നാമിനോട് അവളെ പരിചയപ്പെടുത്താൻ പറയുന്നു. അവളും തന്റെ പേര് ഹെല്ലറി എന്നാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഷിയോ മാഡത്തിനോട് അവളുടെ ജോലിയൊക്കെ നാമിന് കൈമാറാൻ പറയുന്നു. ഇത് കേട്ടവൾ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ മാഡവും ഷിയോയും ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. മാഡം അവനോട് നിങ്ങൾ എന്തിനാ എന്റെ സ്ഥാനം അവൾക്ക് കൊടുക്കുന്നത്, എന്നേക്കാളും എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. ഷിയോ അവൾ ഡ്രഗ്സ് കഴിച്ചല്ല സ്ട്രോങ് ആയത്, അവൾ ജന്മന സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എന്റേതാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ മാഡത്തിന് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇപ്പുറത്ത് നാമ് ഒരു സ്ഥലത്തേക്ക് വന്ന് അവിടെയൊക്കെ തന്റെ വാച്ച് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ആ മാഡം ഒരു കുപ്പിയും കൊണ്ട് നാമിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളോടത് കുടിക്കാൻ പറയുന്നു. നാം അത് കുടിച്ചതും അവൾ താഴെ വീഴുന്നു. ഇത് കണ്ട് മാഡം നീയാണോ ഷിയോയെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. എന്നിട്ട് അറിയാത്ത ആളുകൾ എന്ത് തന്നാലും അത് കഴിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നു. നാം ആപത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹേസിക്ക് അവളെ രക്ഷിക്കാനായി പോകുന്നു. ഇപ്പുറത്ത് മാഡം നാമിനോട് നീ നല്ല വീര്യം കൂടിയ മദ്യമാണ് കഴിച്ചത്, അതുകൊണ്ട് നിനക്കിനി 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബോധം വരൂ എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിന്നതും നാം നല്ല കൂളായി എണീറ്റ് നിന്ന് ഇനി എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കണ്ട് മാഡം ആകെ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് നാമ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ മീറ്റ് ആണെന്ന് കരുതി ചൂടുള്ള കല്ല് വരെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് ഒന്നുമല്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് തന്റെ 2 വിരലുകൊണ്ട് മാഡത്തിനെ എടുത്ത് സോഫയിലേക്ക് ഇടുന്നു. ഇപ്പൊ ഹേസിക്ക് നാമിന്റെ അടുത്തേക്ക് പോവാനായി നിന്നതും ഷിയോ ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് ഹേസിക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ഷിയോയും അത് ശ്രദ്ധിക്കുന്നു. ഹേസിക്ക് തന്റെ തൊപ്പിയൊക്കെ താഴ്ത്തി ഉള്ളിലേക്ക് പോവാൻ നിന്നതും ഒപ്പമുള്ള പോലീസ് ഹോൺ അടിച്ച് അവനോട് വരാൻ പറയുന്നു. ഇതൊക്കെ ഷിയോയും നോട്ട് ചെയ്യുന്നു. കാറിലെത്തിയ ഹേസിക്കിന് ആ ഫോൺ കൊടുത്ത് നാം സേഫാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് അവനും സമാധാനമാവുന്നത്. ഇവിടെ ഷിയോയും തിരിച്ചുള്ളിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോ ജൂവിനെ കാണിക്കുന്നു. പിയെ അവൾക്ക് ഹെറിറ്റേജ് ക്ലബിലെ മാഡത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. ജൂ ഹേസിക്കിനെ വിളിച്ചിട്ട് മാഡത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഹേസിക്ക് ജൂവിനോട് നിങ്ങൾക്ക് ഹെറിറ്റേജ് ക്ലബ് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഞാനും ഹെറിറ്റേജ് ക്ലബിലെ ഒരു അംഗമാണ് എന്ന് പറഞ്ഞിട്ട് ഷിയോയും അതിലെ മെമ്പറാണ്. കൂടാതെ അവൻ പേവൽ എന്ന പേരുള്ള റഷ്യൻ മാഫിയ ഗ്രൂപ്പിന്റെ മെമ്പർ കൂടിയാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പൊ നാമിനെ കാണിക്കുന്നു. അവളും മാഡവും ഇപ്പൊ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കാവും. ശേഷം മാഡം കുടിച്ച പാമ്പായി അവിടെ കിടക്കുന്നു. ഈ സമയം മാഡത്തിന്റെ ഫോണിലേക്ക് ഇന്നത്തെ കോട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരുന്നു. നാം അത് വാച്ച് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. ശേഷം അവൾ വീണ്ടും അവിടെ മൊത്തം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ആ മാസ്ക് കൊടുത്തവനും അങ്ങോട്ടേക്ക് വരുന്നു. നാം വേഗം ഡാൻസ് ഒക്കെ കളിച്ച് നൈസായിട്ട് അവിടുന്ന് മുങ്ങുന്നു. എന്നിട്ട് ഷിയോയുടെ അടുത്തേക്ക് പോകുന്നു. നാം അവനോട് മാഡം അവിടെ ഫ്ലാറ്റായി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുന്നു. അവനും അതിന് സമ്മതിക്കുന്നു. മറ്റൊരു സൈഡിൽ നാമിങ്ങിനും ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നാമാകട്ടെ ഹെറിറ്റേജ് ക്ലബിന്റെ പുറത്ത് വരുന്നത് കണ്ട് ഹേസിക്ക് ഹോൺ അടിക്കുന്നു. അവളും അങ്ങോട്ടേക്ക് പോകുന്നു. അവളെ കണ്ട് ഹേസിക്ക് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അവളും ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഹെറിറ്റേജ് ക്ലബിലെ മുക്കും മൂലയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഡ്രഗ്സുമായി ഇവർക്കെന്തോ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതായാലും ഇന്ന് ഷിയോയുടെ ഓഫീസിൽ പോയി ക്ലയന്റ് ലിസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറയുന്നു. ഹേസിക്ക് ആരെങ്കിലും നിന്നെ കണ്ടാലോ എന്നൊക്കെ ചോദിക്കുന്നു. നാമാകട്ടെ എന്നെ ആരും കണ്ടുപിടിക്കില്ല എന്നൊക്കെ വളരെ കോൺഫിഡൻസോടെ പറയുന്നു. ഇപ്പൊ ലീഡറും അർജന്റായി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എത്തിയിട്ട് ലീഡർ താൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതും ആ മാസ്ക് കൊടുത്തവൻ പുറത്തേക്ക് വരുന്നു. ഇവിടെ ജൂ ആകട്ടെ ഷിയോയുടെ ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിലൊരു ഫോട്ടോയിൽ ബ്രെഡിനെ കാണുന്നു. ഇപ്പൊ ഹേസിക്ക് നാമ ക്ലയന്റ് ലിസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവുന്നു. ഒപ്പമുള്ള പോലീസ് നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, നാമിന് നല്ലൊരു മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ട്. അവൾ അവളുടെ
സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ക്ലയന്റ് ലിസ്റ്റ് ഒക്കെ ഈസിയായി കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു. ഈ സിനിമയിലൊക്കെ ഉള്ളതുപോലെ നാം പ്രൊഫഷണൽ സ്പൈയുടെ വേഷമൊക്കെ ധരിച്ച് ഡൂഗോയുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ മറികടന്ന് അവളുടെ ടാലന്റ് ഒക്കെ ഉപയോഗിച്ച് ഷിയോയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ക്ലയന്റ് ലിസ്റ്റ് ഒക്കെ ചോർത്തിക്കൊണ്ടുവരും എന്നൊക്കെ ഒപ്പമുള്ള പോലീസ് പൊക്കിയടിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നാം ആകട്ടെ പ്രേതത്തിനെ പോലെ വേഷമൊക്കെ ധരിച്ചാണ് ഡൂഗോയിലേക്ക് കയറുന്നത്. അവൾ തന്റെ കാർഡൊക്കെ ഉപയോഗിച്ച് ഓഫീസിൽ കയറി അവന്റെ കമ്പ്യൂട്ടറൊക്കെ പൊക്കി അവിടുന്ന് പോവാൻ നിന്നതും അങ്ങോട്ടേക്ക് ബോഡി ഗാർഡ് വരുന്നത് കണ്ട് അവൾ ഒളിച്ചിരിക്കുന്നു. നാം സോഫയുടെ മറവിലൂടെ അവിടുന്ന് തടി തപ്പാൻ നോക്കുന്നുണ്ടെങ്കിലും ബോഡി ഗാർഡ് അവളെ കണ്ടുപിടിക്കുന്നു. അവൻ ആദ്യം അവളുടെ ഫേസ് കണ്ട് പേടിച്ചെങ്കിലും പിന്നീട് അവളെ പിടിക്കാനായി ഓടുന്നു. നാം വേഗം വിൻഡ് തുറന്ന് പുറത്തേക്ക് ചാടിയതും കാറ്റുകൊണ്ട് അവളുടെ വിക്ക് പറന്നുപോയി ബോഡി ഗാർഡിന്റെ മുഖത്ത് വീഴുന്നു. ഇവിടെ നാമിങ് ആ മരുന്നെടുത്ത് കഴിക്കുന്നു. ഇപ്പുറത്ത് ജൂവിന് അവളുടെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ കൊറിയയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു സൈഡിൽ ബാരിസ്റ്റയും മുത്തശ്ശിയെ പ്രപ്പോസ് ചെയ്യുന്നു. ഇപ്പോ വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടുന്ന നാമിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.